ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള നല്ലൊരു പച്ച പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അത് തോലൊക്കെ കളഞ്ഞിട്ട് ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ കർമൂസ അല്ലെങ്കിൽ പപ്പായ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മൂടിയിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 വിസിൽ കയറ്റിയെടുക്കാണ് കേട്ടോ വേണ്ടത്. അതവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക. അതിന് വലിയൊരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-8 ചെറിയ ഉള്ളി, ഇത്രയാണ് ഇതിലേക്ക് അരക്കിയെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കുക്കർ വിസിലൊക്കെ വന്നിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കഷ്ണമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അത് കയ്യിലുണ്ടൊന്നിങ്ങനെ ഉടയ്ക്കുക മെല്ലെ. വല്ലാതെ കലങ്ങാതൊക്കെ ഉടയ്ക്കണ്ട, മെല്ലെ ഒന്നിങ്ങനെ കുത്തി ഉടച്ചാൽ മതി. അങ്ങനെയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ചുവന്ന മുളക് പൊടിയൊന്നും ചേർത്തില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ആ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കറിയിൽ ഇനി വെള്ളം വേണം തോന്നുകയാണെങ്കിൽ ആ മിക്സിയുടെ ജാറിൽ അരപ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ലേശം വെള്ളം പോരായിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ജാറിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഇനി ഈ കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പൊക്കെ നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഇപ്പം കറി നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഈ കറിയിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കണം. അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിക്കുക. ഇപ്പം കറിവേപ്പിലയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കൈപ്പിടിയോളം ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർത്തുന്നതാണ് കേട്ടോ ഈ കറിക്ക് അധികം ടേസ്റ്റ് കൊടുക്കുന്നത്. പരിപ്പോ ചുവന്ന മുളക് പൊടിയൊന്നും ചേർത്താതെ കുറച്ച് പുളിവെള്ളം മാത്രമാണ് കേട്ടോ അതിലൊഴിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് എടുത്തൊഴിക്കുക. ഇങ്ങനെ കറി വയ്ക്കുന്ന സമയത്ത് പുളി ഒഴിക്കുന്നതിന് പകരം മോരൊഴിച്ചിട്ട് കറി വെച്ചാലും നല്ലതാണ്. ഇങ്ങനെയൊരു കറി ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഊണ് കഴിക്കട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു വെറൈറ്റി കറിയാണിത്. ഇനി വറവ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പപ്പായ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.